ഹായ് ഓൾ, വെൽക്കം ടു Prepwise. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മാറ്റർ ആണ്. പക്ഷേ ഇതിന്റെ എഫക്റ്റീവ്നെസ് എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത് നമ്മൾ കണ്ട് മനസ്സിലാക്കേണ്ടുന്ന ഒന്നാണ്. നിങ്ങൾക്ക് ബാക്കിൽ കാണാം, UGC പുതിയൊരു റീഫണ്ട് പോളിസി റിലീസ് ചെയ്തിട്ടുണ്ട്. പുതിയതെന്ന് പറയാൻ പറ്റുമോ എന്നുള്ള ഒരു കാര്യവും സംശയമാണ്. മറ്റൊന്നും കൊണ്ടല്ല, കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെ ഒരു റീഫണ്ട് പോളിസി അവർ റിലീസ് ചെയ്തിരുന്നു. പക്ഷെ അത് എത്രത്തോളം പ്രാവർത്തികമായി എന്നുള്ളത് ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. പക്ഷേ പ്രാവർത്തികമാവുകയാണെങ്കിൽ CUET UG സ്റ്റുഡൻസിനായിക്കോട്ടെ PG സ്റ്റുഡൻസിനായിക്കോട്ടെ ഒരുപാട് ഹെൽപ്ഫുൾ ആവുന്ന ഒരു കാര്യം തന്നെയാണ്. സോ അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോവാം. ആദ്യമായി ചാനൽ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക, ബെല്ലൈക്കൺ അമർത്തുക, സെഷൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും ചെയ്യുക. അപ്പൊ ഏറ്റവും ചുരുക്കി പറയുകയാണെങ്കിൽ CUET UG കഴിഞ്ഞും PG കഴിഞ്ഞും ഒക്കെ തന്നെ നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പായി, സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്ക് പോകുന്നതിന് മുമ്പായി പലരും സേഫ് ഓപ്ഷൻ എന്നുള്ള രീതിക്കും അതുപോലെ മറ്റ് ഓപ്ഷൻസ് എക്സ്പ്ലോർ ചെയ്യാന്നുള്ള രീതിക്കും നാട്ടിലെ കോളേജുകളിലും മറ്റ് സ്ഥാപനങ്ങളിലും ഒക്കെ തന്നെ പോയി അഡ്മിഷൻ എടുക്കാറുണ്ട്. അതിൽ തന്നെ ചില സ്ഥാപനങ്ങൾ വളരെ ഫീ ഏറിയ കോഴ്സുകളിലൊക്കെ തന്നെ എൻറോൾ ചെയ്യുന്നവരെ സംബന്ധിച്ച് ചില സ്ഥാപനങ്ങളിൽ നല്ല ഫീസ് ഉണ്ടാവാറുമുണ്ട്. അഡ്മിഷൻ എടുത്തു കഴിഞ്ഞ് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്ക് പോകണം എന്നുള്ളതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മൾ ഇവിടുന്ന് ഒരു റീഫണ്ടിന് ആവശ്യപ്പെടുമ്പോൾ പല സ്ഥാപനങ്ങളും, എസ്പെഷ്യലി പ്രൈവറ്റ് സ്ഥാപനങ്ങൾ, അതിന് മുടക്ക് പറയാറുണ്ട്. പല രീതികളിൽ പല പ്രശ്നങ്ങളും ഉണ്ടാക്കാറുണ്ട്. ഇത് സംബന്ധിച്ച് 2018 ഒരു പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ വന്നിരുന്നു. ഒറിജിനൽ ഡോക്യുമെന്റ്സ് വേണമെന്ന് ആവശ്യപ്പെട്ട് പ്രൈവറ്റ് സ്ഥാപനങ്ങൾ അത് പിടിച്ചു വെക്കുകയും നമുക്ക് TC വേണ്ടപ്പോൾ ഒറിജിനൽ ഇല്ലാതെ നമുക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റില്ല. അതിപ്പോ 2 മാസം കഴിഞ്ഞ് സബ്മിറ്റ് ചെയ്താൽ മതിയെങ്കിൽ പോലും ഒറിജിനൽ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമ്മുടെ TC പിടിച്ചു വെക്കുകയും നമ്മുടെ +2 സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നമ്മുടെ മറ്റ് മാർക്കിന്റെ എല്ലാം തന്നെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് പിടിച്ചു വെക്കുകയും അത് തിരിച്ചു കൊടുക്കുകയും പറ്റാത്ത സാഹചര്യത്തിൽ 2018 ഇതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും എല്ലാ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ഇതിനെപ്പറ്റിയുള്ള ഒരു വാർണിംഗും എല്ലാം തന്നെ പോയിട്ടുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് അങ്ങനെ നിർബന്ധം പിടിക്കാറില്ല. വെരിഫിക്കേഷൻ സമയത്ത് കാണിച്ചു കൊടുത്ത് നമുക്ക് തന്നെ വീട്ടിൽ കൊണ്ടുപോകാം എന്നുള്ള ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. പക്ഷേ റീഫണ്ടിലേക്ക് വരുമ്പോൾ പലരും ഇപ്പോഴും റീഫണ്ട് കൊടുക്കാൻ മടിക്കുന്ന കൂട്ടത്തിലാണ്. സെൻട്രൽ യൂണിവേഴ്സിറ്റികളുടെ അഡ്മിഷൻ ഒരുപക്ഷെ ഓഗസ്റ്റ് മാസം മൊത്തം നീണ്ടു നിന്നേക്കാം, ചിലപ്പോൾ സെപ്റ്റംബറിലേക്കും കടന്നേക്കാം എന്നുള്ള സാഹചര്യത്തിൽ UGCയുടെ ഈ പുതിയ ഗൈഡ് ലൈൻസ് അല്ലെങ്കിൽ പുതിയ നോട്ടിഫിക്കേഷൻ വിദ്യാർത്ഥികൾക്കെല്ലാം തന്നെ ഒരുപാട് ആശ്വാസം തരുന്ന ഒന്നാണ്. ഒട്ടും സമയം കളയാൻ നമുക്ക് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലേക്ക് പോവാം. ഈ കാണുന്നതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. സോ ഇതിൽ താഴേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഇത് റിലീസ് ചെയ്തിരിക്കുന്ന പ്രൊഫസർ മനീഷ് R ജോഷിയാണ്. അദ്ദേഹം UGCയുടെ സെക്രട്ടറി ആണ്. ഇപ്പോൾ റീഫണ്ട് പോളിസിയെ പറ്റിയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. The University Grants Commission receives many representations, complaints from the students' parents on the non-refund of fee by higher education institutions on cancellation or withdrawal of admissions. ഇപ്പൊ എങ്ങനെ പോയാലും സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് പിന്നെ നാട്ടിലെ ഒരു കോളേജിൽ അല്ലെങ്കിൽ പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ പഠിക്കാനുള്ള ചാൻസ് അത്രയും കുറവാണ്. പക്ഷേ ഒരു ഫീസ് എല്ലാം നമ്മൾ പേ ചെയ്ത് പോയിട്ടുണ്ടാവും. ഭാവിയുടെ കാര്യമായതുകൊണ്ട് ആരും അതിൽ റിസ്ക് എടുക്കാൻ നിൽക്കുകയില്ല. നിങ്ങൾ ഒരിക്കലും തെറ്റൊന്നും പറയാൻ പറ്റില്ല. പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ പോയി ചേർന്നുകൊണ്ടല്ലേ എന്നൊക്കെ ചില ചോദിക്കും. അതൊന്നും ഒരിക്കലും പറയാൻ പാടില്ലാത്തൊരു കാര്യമാണ്. നമ്മൾ നമ്മുടെ ഭാവി നോക്കി പോയി ചേരുന്നു, അതിൽ നല്ല ഓപ്ഷൻസ് കാണുമ്പോൾ നമ്മൾ ഒബ്വിയസ്ലി പോകും. അപ്പം റീഫണ്ട് തരേണ്ടത് അവരുടെ കടമയാണ്, അവർ നിർബന്ധമായും തന്നിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ ആണിത്. അപ്പം നിങ്ങൾ TC എടുക്കുന്ന ഒരു പീരീഡ് ഉണ്ട്. അതായത് സെപ്റ്റംബർ 30 മുമ്പായിട്ട് നിങ്ങൾ TC എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ പേ ചെയ്ത ഫുൾ എമൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ മേ ബി ആപ്ലിക്കേഷനിൽ നോൺ റീഫണ്ടബിൾ ആയിട്ടുള്ളൊരു ഫീ വരുന്നുണ്ട്. അതൊഴികെ ബാക്കിയുള്ള കംപ്ലീറ്റ് എമൗണ്ടും നിങ്ങൾക്ക് തിരിച്ചു തരണം എന്നാണ് UGC പറയുന്നത്. ഇവിടെ കാണാം, 2023-24 വർഷക്കാലത്തേക്ക് അക്കാഡമിക് സെഷനിലേക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഫീ റീഫണ്ട് പോളിസിയാണ് ആപ്ലിക്കബിൾ ആവുക എന്നുള്ള ഒരു കാര്യം അവർ മേലെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് നോക്കാം. Notwithstanding anything contained in any guidelines, prospectus, notification, schedule, a full refund of fees shall be made by the higher education institutions on account of all cancellations of admission or migrations of student up to 30th September 2023. സെപ്റ്റംബർ 30 വരെ TC എടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് എല്ലാ ഡോക്യുമെന്റ്സ് എന്ത് എടുത്തിട്ടുണ്ടെങ്കിൽ അതും അതുപോലെ ഫീസും എല്ലാം തന്നെ നിങ്ങൾ 100% തിരിച്ചു കൊടുക്കണം എന്നാണ് പറയുന്നത്. And with a deduction of not more than 1000 rupees as a processing fee up to 31st October. സപ്പോസ് നിങ്ങളുടെ അഡ്മിഷൻ ഒക്ടോബറിലേക്ക് നീണ്ടുപോയി എന്ന് കരുതുക. അങ്ങനെ ഒക്ടോബറിൽ TC എടുക്കുകയാണെങ്കിൽ ഒരു 1000 രൂപ അവർക്ക് വേണമെങ്കിൽ പ്രോസസിംഗ് ചാർജ് എന്നുള്ള പേരിൽ എടുക്കാം. ബാക്കിയുള്ള ഫുൾ എമൗണ്ട് നമുക്ക് തിരിച്ചു തരേണ്ടതാണെന്ന് ഇതിൽ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇനി നമ്മുടെ അഡ്മിഷൻ സപ്പോസ് ഒക്ടോബർ 31 ശേഷവും പോയി, നമ്മുടെ അഡ്മിഷൻ വരുന്നത് നവംബറിലാണെന്ന് കരുതുക. അങ്ങനെ നവംബറിൽ അഡ്മിഷൻ എടുക്കുമ്പോൾ ഇവിടെ കുറച്ച് പ്രത്യേക പോർഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ അഡ്മിഷൻ നടക്കുന്നത്, ഈ പറഞ്ഞിരിക്കുന്ന കാര്യം ഒന്നുകൂടെ ശ്രദ്ധിക്കുക, നിങ്ങളുടെ അഡ്മിഷൻ ഒക്ടോബർ 31 കഴിഞ്ഞു, പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ അതിനുശേഷം നോട്ടിഫിക്കേഷൻ കിട്ടുന്നത്. സോ അതിന് മുമ്പേ നിങ്ങൾക്ക് ഒരിക്കലും TC എടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ പറ്റില്ല, റീഫണ്ട് കിട്ടുന്ന ഒരു സിനാരിയോ അവിടെ ഇല്ല. നിങ്ങൾ ഒക്ടോബർ 31, 2023 ശേഷം അഡ്മിഷൻ എല്ലാം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൽ ചേരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ അഡ്മിഷന്റെ 15 ദിവസത്തിനുള്ളിൽ 15 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ലാസ്റ്റ് ഡേ ഓഫ് അഡ്മിഷന്റെ 15 ദിവസത്തിനുള്ളിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് 100% റീഫണ്ടും കിട്ടും. 15 days or more before the formally notified last date of admission എന്നൂടെ പറയുന്നുണ്ട്. അങ്ങനെ ഒക്ടോബർ 31 ശേഷമാണെങ്കിലുള്ള കാര്യം നോക്കാം നമുക്കിവിടെ.
15 ദിവസമോ അതിൽ കൂടുതലോ ഡേയ്സ് ഉണ്ട് ഫോർമൽ അഡ്മിഷൻ അല്ലെങ്കിൽ ഫോർമലി നോട്ടിഫൈഡ് ലാസ്റ്റ് ഡേറ്റ് ഓഫ് അഡ്മിഷൻ എന്നുണ്ടെങ്കിൽ നമുക്ക് 100% ഫീസ് അവർ തിരിച്ചു തരണം എന്നാണ് പറയുന്നത്. പക്ഷെ അതേ സ്ഥാനത്ത് 15 ദിവസത്തിൽ കുറവാണ് ഉള്ളത് ഫോർമലി നോട്ടിഫൈഡ് ലാസ്റ്റ് ഡേറ്റ് ഓഫ് അഡ്മിഷൻ, അങ്ങനെയാണെങ്കിൽ 90% എമൗണ്ട് തിരിച്ചു കിട്ടും. ഇനി 15 ഡേയ്സ് ഓർ ലെസ് ആഫ്റ്റർ ദി ഫോർമലി നോട്ടിഫൈഡ് ലാസ്റ്റ് ഡേറ്റ് ഓഫ് അഡ്മിഷൻ ആണെങ്കിൽ 80% നമുക്ക് തിരിച്ചു കിട്ടും. 30 ദിവസം അല്ലെങ്കിൽ അതിൽ കുറവ്, പക്ഷെ 15 ദിവസത്തിൽ കൂടുതലാണെങ്കിൽ നമ്മുടെ ഫോർമലി നോട്ടിഫൈഡ് ലാസ്റ്റ് ഡേറ്റ് ഓഫ് അഡ്മിഷൻ എന്നുണ്ടെങ്കിൽ 50% ഫീസ് അപ്പോഴും കിട്ടും. നമ്മുടെ അഡ്മിഷൻ കഴിഞ്ഞ് അതിന്റെ ഡെഡ് ലൈൻ കഴിഞ്ഞ് 30 ദിവസങ്ങൾക്ക് അപ്പുറമാണ് നിങ്ങൾ റീഫണ്ട് ചോദിക്കുന്നതെങ്കിൽ 0 രൂപയാണ് കിട്ടുക. പക്ഷെ അത്രയും നീണ്ടു പോകുന്നു എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ അപ്പം അഡ്മിഷൻ ഉറപ്പാക്കി കഴിഞ്ഞാൽ പോയി ടി സി എടുക്കാൻ യാതൊരു മടിയും കാണിക്കേണ്ടതില്ല. നിങ്ങൾക്ക് ഫുൾ റീഫണ്ട് തരണമെന്നുള്ളൊരു കാര്യം ഇവിടെ UGC പറയുന്നുണ്ട്. ദെൻ അഗെയിൻ കഴിഞ്ഞ വർഷം ഇതേപോലെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിരുന്നു. അത് എത്രത്തോളം പ്രാവർത്തികമായി എന്നുള്ളത് നിങ്ങളുടെ സീനിയേഴ്സിനോട് ചോദിച്ചാൽ മനസ്സിലാവും. പല കോളേജുകളിലും ഈ ഇഷ്യൂ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. ഈ വർഷം അവർ കുറച്ചുകൂടെ കാര്യമായി തന്നെ ഇത് പരിഗണിക്കുമെന്ന് നമുക്ക് കരുതാം. ഇനി എന്റെ അടിയിലേക്ക് വരുമ്പോൾ ഇറ്റ് മേ ഓൾസോ ബി നോട്ടഡ് ദാറ്റ് UGC ഹാസ് നോട്ടിഫൈഡ് ദ റിഡ്രസൽ ഓഫ് ഗ്രീവൻസസ് ഓഫ് സ്റ്റുഡൻസ് റെഗുലേഷൻസ് 2023 wherein delay in or denial of the refund of fees due to a student who withdraws admission within the time mentioned in the prospectus, subject to guidelines if any issued by the commission from time to time, has been defined as one of the grievances. നിങ്ങൾക്ക് തരാനുള്ള ഫീ, നിങ്ങളുടെ റീഫണ്ട് വരേണ്ടുന്ന ഫീ നിങ്ങൾ റീഫണ്ട് അടിച്ചു അല്ലെങ്കിൽ നിങ്ങൾ അവിടുന്ന് TC എടുത്തു എന്നതിന്റെ പേരിൽ വൈകിപ്പിക്കാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് തരുന്നില്ല എന്ന് കണക്കാക്കുകയാണെങ്കിൽ അത് UGCയുടെ റിഡ്രസൽ ഓഫ് ഗ്രീവൻസസ് ഓഫ് സ്റ്റുഡന്റ് റെഗുലേഷൻസിൽ പെടുന്നതാണ്. അതിലൊരു പരാതിയായിട്ട് നമുക്കിത് കൊടുക്കാൻ പറ്റുന്ന ഒന്നാണെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. സോ അത് എന്തുകൊണ്ടും തെറ്റാണെന്ന് മനസ്സിലാക്കുക. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന്റെ ഒരു പ്ലസ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നോട്ടിഫിക്കേഷൻ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് പ്രൈവറ്റ് കോളേജുകളോടോ ഏത് സ്ഥാപനങ്ങളോടോ UGCയുടെ റെഗുലേഷൻസ് പാലിക്കുന്ന ഏതൊരു സ്ഥാപനങ്ങളോടും നിങ്ങൾക്ക് ഇത് വെച്ചുകൊണ്ട് വാദിക്കാവുന്നതേ ഉള്ളൂ. എനിക്ക് എന്റെ റീഫണ്ട് വേണം, എനിക്ക് എന്റെ റീഫണ്ട് മൊത്തത്തിൽ തന്നെ വേണം ഈ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസ് പ്രകാരം. സെപ്റ്റംബർ 30 അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ ഒരു പൈസ വാങ്ങാതെ ആപ്ലിക്കേഷന്റെ ഏതെങ്കിലും ഒരു ഫീ അവർ പിടിക്കുമായിരിക്കും. അത് ഒബ്വിയസ് ആണ്, അതിൽ നോൺ റീഫണ്ടബിൾ അവർ എഴുതിയിട്ടുണ്ടാവും. അതല്ലാതെ ബാക്കി പേ ചെയ്യുന്ന ഫീസ് എല്ലാം തന്നെ നിങ്ങൾ എത്ര ഫീ പേ ചെയ്താലും 100% തിരിച്ചു തരണമെന്ന് നിങ്ങൾക്ക് ഈ നോട്ടിഫിക്കേഷൻ കാണിച്ചുകൊണ്ട് ആവശ്യപ്പെടുകയും ഇനി പറ്റിയിട്ടില്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഗ്രീവൻസ് ആയിട്ട് UGCക്ക് അയക്കാനും സാധിക്കും. The higher education institutions are requested to ensure compliance with the fee refund policy for the academic session 2023-24 and redress any grievance by the provisions of the University Grants Commission Regulations 2023. Any higher education institution violating the provisions of UGC fee refund policy 2023-24 shall be liable for punitive action as notified in clause 5 of the UGC notification on refund of fees and non-retention of original certificates issued in October 2018. അപ്പൊ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് തിരിച്ചു തരാതിരിക്കുക, നിങ്ങൾക്ക് അവകാശപ്പെട്ട റീഫണ്ട് ഫീ തിരിച്ചു തരാതിരിക്കുക എന്നൊക്കെ ഉള്ളതിന് ഈ പറഞ്ഞിരിക്കുന്ന ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അവർക്കെതിരെ കൃത്യമായിട്ടുള്ള ആക്ഷൻസ് എടുക്കുമെന്നുള്ള ഒരു താക്കീതോട് കൂടിയാണ് അദ്ദേഹം ഈ ലെറ്റർ ക്ലോസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ നോട്ടിഫിക്കേഷൻ എൻഡ് ചെയ്യുന്നത് പറയാം. സോ അപ്പം അഡ്മിഷൻ എടുക്കാൻ താല്പര്യപ്പെടുന്ന എല്ലാവരും ഇനിയിപ്പോ ഫീ പോകുമല്ലോ എന്ന് കരുതിയിട്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്ക് പോകാതിരിക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോ ഏത് സ്ഥാപനങ്ങളിലേക്കാണെങ്കിലും പോകാതിരിക്കേണ്ട ആവശ്യമില്ല. സെപ്റ്റംബർ 30 മുമ്പായിട്ട് നിങ്ങൾ എവിടെ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ 100% ഫീസ് നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഇനിയിപ്പം ഒക്ടോബർ 31 വരുന്ന ഒരു അഡ്മിഷൻ ആണെങ്കിൽ 1000 രൂപയാണ് അവർ പിടിക്കുക. ഇനി അതിനുശേഷം അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ 15 ദിവസത്തിനുള്ളിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ കണ്ടു. സോ ഈ സെഷൻ പരമാവധി വിദ്യാർത്ഥികളിലേക്ക് ഷെയർ ചെയ്യുക. റീഫണ്ടിനെ പറ്റി അറിയേണ്ടുന്ന വിദ്യാർത്ഥികളിലേക്ക് ഷെയർ ചെയ്യുക. സെഷൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ അപ്ഡേറ്റ്സ് ടൈംലി ലഭിക്കുന്നതിനായിട്ട് ബെൽ ഐക്കൺ അമർത്തുക. മറ്റൊരു സെഷനുമായിട്ട് വീണ്ടും കാണാം. പീസ് ഔട്ട്.